ബിസിനസ്, രാഷ്ട്രീയം, പ്രൊഫഷൻ തുടങ്ങിയ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിജയിക്കുന്നതിനു വേണ്ടിയുള്ള തന്ത്രങ്ങൾ അടങ്ങിയതാണ് പഞ്ചതന്ത്രം കഥകൾ. ഈ തന്ത്രങ്ങൾ ഇന്ന് എങ്ങനെ പ്രായോഗികമാക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ശ്രദ്ധയോടെ കേൾക്കുക. ഒരു കാലത്ത് മഹാലാവണ്യം എന്നു പേരുള്ള ഒരു മഹാവനത്തിൽ പിങ്കളകൻ എന്നൊരു സിംഹം ഭരിച്ചിരുന്നു. അത് വളരെ ശക്തനും പരാക്രമിയുമായിരുന്നു. അവന്റെ ശക്തിയുടെ മുന്നിൽ എല്ലാ മൃഗങ്ങളും തലകുനിച്ചു. അക്കാലത്ത് ദമനകൻ, കരടകൻ എന്നീ പേരുകളുള്ള രണ്ട് കുറുക്കന്മാർ സിംഹത്തിന്റെ മന്ത്രിമാരായിരുന്നു. സിംഹത്തിന്റെ കോപം കാരണം അവർക്ക് അവന്റെ അടുക്കൽ പോകാൻ പോലും ഭയമായിരുന്നു. ഒരുനാൾ മഴ പെയ്യാൻ തുടങ്ങി. ആ സമയം വർത്തമാനകൻ എന്നൊരു കാള തന്റെ യജമാനനുമായി ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്നൊരു ചതുപ്പിൽ വണ്ടി താഴ്ന്നുപോയി. യജമാനൻ വണ്ടിയെ ചതുപ്പിൽ നിന്ന് ഉയർത്താൻ ശ്രമിച്ചു. പക്ഷെ വർത്തമാനകൻ എന്ന ആ കാളയെ രക്ഷിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അങ്ങനെ യജമാനൻ കാളയെ ചതുപ്പിൽ ഉപേക്ഷിച്ചുപോയി. ആ ദിവസങ്ങൾക്ക് ശേഷം ആ കാള കാട്ടിൽ ജീവിക്കാൻ തുടങ്ങി. പുല്ലും വെള്ളവും ഇഷ്ടം പോലെ കിട്ടിയതുകൊണ്ട് കാള നന്നായി തടിച്ചു. അവന്റെ ശബ്ദം കേട്ട് സിംഹം പേടിച്ചു. കാരണം സിംഹം അതുപോലൊരു ശബ്ദം മുൻപ് കേട്ടിട്ടില്ല. ശബ്ദം കേട്ട് ഭയന്ന സിംഹം എന്തു ചെയ്യണമെന്നറിയാതെ തന്റെ സ്ഥാനത്തുനിന്ന് പുറത്തിറങ്ങാൻ കൂട്ടാക്കിയില്ല. സിംഹത്തെ ഭയം വിഴുങ്ങിയെന്ന് കണ്ട ദമനകൻ സിംഹത്തിന്റെ അടുത്തേക്ക് ചെന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ദമനകൻ, എന്തിനാണ് രാജാവേ അങ്ങേക്ക് ഭയം? എന്താണുണ്ടായതെന്ന് എന്നോട് പറഞ്ഞാലും. സിംഹം, ആ തടാകത്തിന്റെ കരയിൽ നിന്ന് ഒരു ഭീകരമായ ശബ്ദം കേട്ടു. അതുകൊണ്ടാണ് ഞാൻ ഭയന്നത്. ആ ശബ്ദത്തിനു പിന്നിൽ ആരാണെന്ന് എനിക്കറിയില്ല. ദമനകൻ, രാജാവേ, ഒരു ഭയം കാരണം അങ്ങ് സ്വന്തം രാജ്യത്തുനിന്ന് പോകാൻ പാടില്ല. അങ്ങയുടെ ഭയം മാറ്റിത്തരാം. ഞാൻ ആ ശബ്ദത്തിന്റെ ഉടമയെ പോയി കണ്ടുപിടിക്കാം. അങ്ങനെ ദമനകൻ തടാകത്തിന്റെ അടുത്തേക്ക് പോയി വർത്തമാനകൻ എന്ന കാളയെ കണ്ടു. ദമനകൻ കാളയോട് പറഞ്ഞു, നിങ്ങളെ കണ്ടുപിടിച്ചത് രാജാവായ പിങ്കളകനാണ്. അവൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. കാള, എന്നെ കൊല്ലാനാണ് രാജാവ് വന്നതെങ്കിൽ ഞാൻ ആരെയാണ് വിശ്വസിക്കേണ്ടത്? ദമനകൻ, നിങ്ങൾ ഭയപ്പെടരുത്. ഞാൻ നിങ്ങളെ അവിടെ സുരക്ഷിതമായി എത്തിക്കാം. ദമനകൻ കാളയെയും കൂട്ടി സിംഹത്തിന്റെ അടുക്കൽ ചെന്നു. സിംഹം കാളയെ കണ്ടപ്പോൾ അതത്ര ഭീകരനല്ലെന്ന് മനസ്സിലാക്കി അവനുമായി കൂട്ടുകൂടി. സിംഹവും കാളയും സുഹൃത്തുക്കളായി. കാളയുടെ ബുദ്ധിപരമായ ഉപദേശങ്ങൾ സിംഹത്തിന്റെ പല തീരുമാനങ്ങളെയും സ്വാധീനിച്ചു. സിംഹത്തിന്റെ മറ്റു മന്ത്രിമാരായ മൃഗങ്ങൾ ഇത് കണ്ടപ്പോൾ തങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്നു ഭയന്നു. അവർ ദമനകനെയും കരടകനെയും വിശ്വസിക്കുകയും സിംഹത്തിനും കാളയ്ക്കുമിടയിൽ ഒരു വഴക്കുണ്ടാക്കാൻ തന്ത്രങ്ങൾ മെനയുകയും ചെയ്തു. ദമനകൻ ആദ്യം സിംഹത്തിന്റെ അടുക്കൽ ചെന്നു പറഞ്ഞു, രാജാവേ, കാളയ്ക്ക് അങ്ങയേക്കാൾ കൂടുതൽ അധികാരമുണ്ട്. അങ്ങീ രാജ്യത്തിന്റെ രാജാവാണ്. ഒരു കാളയെ വിശ്വസിക്കുന്നത് അങ്ങയുടെ സ്ഥാനത്തിന് ദോഷം ചെയ്യും. സിംഹം ആദ്യം ദമനകനെ വിശ്വസിച്ചില്ല. കാരണം കാള അവനോട് വിശ്വസ്തനായിരുന്നു. പിന്നീട് ദമനകൻ കാളയുടെ അടുത്തേക്ക് പോയി പറഞ്ഞു, നിങ്ങൾ രാജാവിനെ സൂക്ഷിക്കണം. കാരണം അദ്ദേഹം നിങ്ങളെ കൊല്ലാൻ തന്ത്രമെനയുന്നുണ്ട്. അങ്ങനെ ദമനകൻ സിംഹത്തിന്റെ അടുത്തേക്ക് പോയി കാളയുടെ വാക്കുകളെ വളച്ചൊടിച്ചു പറഞ്ഞു, രാജാവേ, ആ കാള അങ്ങയുടെ കഴിവുകളെക്കുറിച്ച് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അവൻ അങ്ങയുടെ സ്ഥാനത്തെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഈ വാക്കുകൾ സിംഹത്തിന് ദേഷ്യമുണ്ടാക്കി. തുടർന്ന് ദമനകൻ ഒരു പ്രത്യേക തന്ത്രം മെനഞ്ഞു. അങ്ങയുടെ അടുത്തേക്ക് കാള വരുമ്പോൾ നിങ്ങൾ അവന്റെ നേർക്ക് പാഞ്ഞെടുക്കണം. ഇതു കാണുമ്പോൾ കാള പേടിച്ചു ഓടിപ്പോകും. അങ്ങനെ കാളയുടെ ലക്ഷ്യമെന്താണെന്ന് അങ്ങേക്ക് മനസ്സിലാക്കാം. സിംഹം സമ്മതിച്ചു. കാള സിംഹത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ സിംഹം പെട്ടെന്ന് അവന്റെ നേരെ പാഞ്ഞെടുത്തു. ഇതു കണ്ടപ്പോൾ കാളയ്ക്ക് അത്ഭുതം തോന്നി. അവൻ പേടിച്ച് പിന്നോട്ടു ഓടി. ഇതു കണ്ടപ്പോൾ സിംഹം കാളയെ കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ സിംഹം കാളയെ കൊല്ലുകയും അവരുടെ സൗഹൃദമില്ലാതാകുകയും ചെയ്തു. സിംഹത്തിന്റെയും കാളയുടെയും കഥ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അധികാരം, വിവേകം, വിശ്വാസം എന്നിവ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സമൂഹത്തെയും ബിസിനസ് സ്ഥാപനങ്ങളെയും സ്വാധീനിക്കുന്നതെന്ന് ഈ കഥയിലൂടെ വ്യക്തമാക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ചില പ്രധാന പാഠങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. അധികാരവും വിവേകവും. ഈ കഥയിലെ സിംഹം അധികാരത്തിന്റെ പ്രതീകമാണ്. തന്റെ രാജ്യത്തെ ഏറ്റവും ശക്തനായ മൃഗമായിട്ടും അവനൊരു കാളയുടെ ശബ്ദം കേട്ടു ഭയന്നു. ഇത് കാണിക്കുന്നത് ഭയം ഒരാളുടെ അധികാരത്തെയും ആത്മവിശ്വാസത്തെയും എങ്ങനെ ബാധിക്കുന്നുവെന്നാണ്. കൂടാതെ വിവേകമുള്ള ഉപദേശകരെ കൂടെ നിർത്തേണ്ടതിന്റെ പ്രാധാന്യവും ഈ കഥ എടുത്തു പറയുന്നു. കാളയെ തന്റെ സുഹൃത്താക്കിയതിലൂടെ സിംഹത്തിന് കൂടുതൽ ബുദ്ധിപരമായ ഉപദേശങ്ങൾ ലഭിച്ചു. എന്നാൽ ഈ ബന്ധം തന്റെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ട ദമനകൻ എന്ന കുറുക്കന് അസൂയയ്ക്ക് കാരണമായി. അധികാരത്തിലെ ദല്ലാളന്മാരും അവരുടെ അപകടങ്ങളും. ദമനകൻ, കരടകൻ എന്നീ കുറുക്കന്മാർ അധികാരത്തിലെ ദല്ലാളന്മാരെയാണ് പ്രതിനിധീകരിക്കുന്നത്. അവർ സ്വന്തം താൽപ്പര്യങ്ങൾക്കു വേണ്ടി മറ്റുള്ളവരുടെ ബന്ധങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ഇത് ഇന്നത്തെ ബിസിനസ്, രാഷ്ട്രീയ രംഗങ്ങളിൽ സർവ്വസാധാരണമാണ്.
അധികാരകേന്ദ്രത്തിൽ സ്വാധീനം നേടാൻ വേണ്ടി ആളുകൾ പരദൂഷണം, നുണപ്രചാരണം, ഗൂഢാലോചന എന്നിവ ഉപയോഗിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകൾ താൽക്കാലികമായി വിജയിച്ചേക്കാം, എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ അവർ നശിപ്പിക്കുന്നത് വലിയ സൗഹൃദങ്ങളെയും ബന്ധങ്ങളെയുമാണ്. വിവേകപൂർവം പ്രതികരിക്കുക. ഈ കഥയിലെ സിംഹത്തിന്റെ ഏറ്റവും വലിയ ബലഹീനത വിവേകമില്ലാതെ തീരുമാനമെടുത്തതാണ്. ദമനകന്റെ വാക്കുകൾ വിശ്വസിച്ച് തന്റെ വിശ്വസ്ത സുഹൃത്തായ കാളയെ സംശയിക്കുകയും അവസാനം കൊല്ലുകയും ചെയ്തു. ഒരു നേതാവ് തന്റെ സ്ഥാനീയരോട് ശരിയായ ബന്ധം പുലർത്തുകയും അവരുടെ ഉപദേശങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. കൂടാതെ തന്റെ മുന്നിൽ വരുന്ന വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാനുള്ള വിവേകവുമുണ്ടായിരിക്കണം. വിശ്വസ്തതയും വിശ്വാസവും. ഒരു നേതാവിനും അയാളുടെ വിശ്വസ്ത അനുയായികൾക്കും ഇടയിലുള്ള ബന്ധം വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. സിംഹം കാളയെ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ അതവർക്കിടയിൽ ശക്തമായൊരു ബന്ധമുണ്ടാക്കി. എന്നാൽ ദമനകന്റെ വാക്കുകൾ സിംഹത്തിന് കാളയോടുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കുകയും അത് സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. സിംഹം കാളയെ കൊന്നതിലൂടെ തന്റെ ഏറ്റവും വിവേകിയായ ഉപദേഷ്ടാവിനെയാണ് ഇല്ലാതാക്കിയത്. ഇത് സിംഹത്തിന്റെ ഭരണത്തിന് വലിയൊരു നഷ്ടം വരുത്തി. പരാജയത്തിൽ നിന്ന് പഠിക്കാനും തെറ്റുകൾ തിരുത്താനും നമ്മൾ തയ്യാറാകണം. ഈ കഥയിൽ സിംഹത്തിന്റെ പരാജയം അവന്റെ വിവേകമില്ലാത്ത പ്രവൃത്തികളിൽ നിന്നാണ് ഉണ്ടായത്. അതിനാൽ നമ്മൾ സാഹചര്യങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തുകയും വികാരങ്ങൾ കടിമപ്പെടാതെ തീരുമാനമെടുക്കുകയും ചെയ്യണം. ആധുനിക വ്യാഖ്യാനം. ഈ കഥ ഇന്നത്തെ അധികാരഘടനകളെയും ബിസിനസ് ലോകത്തിലെ ആഭ്യന്തര രാഷ്ട്രീയത്തെയും ഓർമ്മിപ്പിക്കുന്നു. ശക്തനായ നേതാവിനെ, അതായത് സിംഹത്തെ, ബുദ്ധിയുള്ളൊരു ഉപദേഷ്ടാവിനോട് അടുപ്പിക്കുന്ന തന്ത്രം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഈ കഥ വ്യക്തമാക്കുന്നു. എന്നാൽ ഈ ബന്ധം മറ്റു നേതാക്കളുടെയോ പാർട്ടിയിലെ പ്രധാനികളുടെയോ അസൂയയ്ക്ക് കാരണമാകാം. രാഷ്ട്രീയത്തിലെ പാഠം. രാഷ്ട്രീയത്തിൽ സഖ്യങ്ങൾ പലപ്പോഴും രൂപം കൊള്ളുന്നത് പരസ്പര താൽപ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒരു നേതാവ്, അതായത് സിംഹം, തന്റെ അധികാരം നിലനിർത്താൻ കഴിവുള്ള ഒരു ഉപദേഷ്ടാവിനെ കൂടെ നിർത്തുന്നു. എന്നാൽ ഈ ബന്ധം മറ്റു നേതാക്കളുടെയോ പാർട്ടിയിലെ പ്രധാനികളുടെയോ അസൂയയ്ക്ക് കാരണമാകാം. വ്യാജവാർത്തകളും നുണപ്രചാരണങ്ങളും, അതായത് കുറുക്കന്റെ തന്ത്രങ്ങൾ, ഒരു രാഷ്ട്രീയ സഖ്യത്തെ തകർക്കാൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഈ കഥ പഠിപ്പിക്കുന്നു. അധികാരത്തിന്റെ ഉച്ചിയിൽ നിൽക്കുന്ന ഒരു നേതാവിന് വിവേകമുള്ള ഒരു ഉപദേഷ്ടാവിനെ നഷ്ടപ്പെടുമ്പോൾ അതാ നേതാവിന്റെ പതനത്തിലേക്ക് നയിച്ചേക്കാം. ബിസിനസ്സിലെ പാഠം. ഒരു കമ്പനിയിൽ സിഇഒയുടെയോ മാനേജിംഗ് ഡയറക്ടറുടെയോ, അതായത് സിംഹത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സ്വാധീനമുള്ള ഒരാളാണ് ഉപദേഷ്ടാവ്. ഇവർ തമ്മിലുള്ള ശക്തമായ ബന്ധം കമ്പനിയുടെ വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ഇത് മറ്റു മേലുദ്യോഗസ്ഥരുടെ, അതായത് മന്ത്രിമാരുടെ അസൂയയ്ക്കും ഭയത്തിനും കാരണമാകാം. കമ്പനിയിലെ ആഭ്യന്തര രാഷ്ട്രീയത്തെക്കുറിച്ച് ഈ കഥ ഓർമ്മിപ്പിക്കുന്നു. വ്യാജ ആരോപണങ്ങളിലൂടെയും അപവാദങ്ങളിലൂടെയും, അതായത് കുറുക്കന്റെ തന്ത്രങ്ങളിലൂടെ ഒരു പ്രധാന ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്താൻ ശ്രമം നടന്നേക്കാം. നേതൃത്വം വിവേകമില്ലാതെ തീരുമാനമെടുക്കുകയും വിശ്വസ്തരായവരെ അകറ്റുകയും ചെയ്യുമ്പോൾ അത് കമ്പനിയുടെ വളർച്ചയെ ദോഷകരമായി ബാധിക്കും. പ്രൊഫഷണൽ ജീവിതത്തിലെ പാഠം. നമ്മുടെ തൊഴിൽ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ കഴിവും ബുദ്ധിയും സഹപ്രവർത്തകർക്ക് ഭീഷണിയായി മാറിയേക്കാം. നമ്മൾ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ടു വരുമ്പോൾ ചിലർ നമ്മളെ തളർത്താൻ ശ്രമിച്ചേക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന കുറുക്കന്മാരെ തിരിച്ചറിയുകയും അവരെ സൂക്ഷിക്കുകയുമാണ്. സഹപ്രവർത്തകർക്കിടയിൽ വളരുന്ന അസൂയയെയും കുശുമ്പിനെയും വിവേകപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടതെങ്ങനെയെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ കഴിവ് ഒരു മുതലാളിക്ക് ഭീഷണിയാണെന്ന് തോന്നിയാൽ നിങ്ങളെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ നിങ്ങളുടെ കഴിവ് കൂട്ടുകാരെ തളർത്താനുള്ളതല്ല, മറിച്ച് നിങ്ങളുടെ തൊഴിൽ ജീവിതം ശക്തിപ്പെടുത്താനുള്ളതാണെന്ന് തെളിയിക്കുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു.